ഇപ്പോൾ അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ അവിടെ പതാക ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, RSS മേധാവി മോഹൻ ഭാഗവത് എന്നിവർ അവിടെ എത്തിയിട്ടുണ്ട്, അയോധ്യയിലെത്തിയിട്ടുണ്ട്. രാമക്ഷേത്രത്തിൽ നിന്നുള്ള തത്സമയ സംപ്രേഷണത്തിലേക്ക് അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ ഇന്ന് അവിടെ ധ്വജാരോഹണ ചടങ്ങ്, പതാക ഉയർത്തൽ ചടങ്ങ് നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, RSS തലവൻ മോഹൻ ഭാഗവത് എന്നിവർ അവിടെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി എത്തിച്ചേർന്നിട്ടുണ്ട്. 2020 ക്ഷേത്രത്തിൻ്റെ തറക്കല്ലിട്ടത്. കഴിഞ്ഞ വർഷം ജനുവരിയിൽ പ്രാണപ്രതിഷ്ഠ നടത്തിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ തറക്കല്ലിട്ടതും പ്രാണപ്രതിഷ്ഠ നടത്തിയതും. ഇന്ന് രാവിലെ പ്രധാനമന്ത്രി അയോധ്യയിൽ റോഡ് ഷോ നടത്തിയിരുന്നു. സമീപത്തുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിയതിനു ശേഷമാണ് പ്രധാനമന്ത്രി ഇപ്പോൾ ഈ ചടങ്ങിനായി എത്തിയിരിക്കുന്നത്. RSS മേധാവി മോഹൻ ഭാഗവത്, UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, വിവിധ സന്യാസി മഠങ്ങളുടെ തലവന്മാർ തുടങ്ങിയവർ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. 7000 പേരെയാണ് ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി വിനീത VG ചേരുന്നു. വിനീത, അയോധ്യയിലെ രാമക്ഷേത്രത്തിന് മുന്നിൽ പതാക ഉയർത്തുന്നതിനുള്ള നടപടികൾ അത് ആരംഭിച്ചിരിക്കുകയാണ്. അതിൻ്റെ ചടങ്ങുകളാണ് ഇപ്പോൾ നടക്കുന്നത്. അതിന് മുന്നോടിയായി എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ദിലീപ് കുമാർ, ഇപ്പോൾ രാമക്ഷേത്രത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയിരിക്കുന്നു. അദ്ദേഹം അവിടെ ദർശനം നടത്തുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രധാനമന്ത്രിക്കൊപ്പം തന്നെ RSS മേധാവി മോഹൻ ഭാഗവതും എത്തിയിട്ടുണ്ട്. അദ്ദേഹം അവിടെ പ്രാർത്ഥന നടത്തുകയും അതിനുശേഷം ഈ സൂചിപ്പിച്ചതുപോലുള്ള പതാക ഉയർത്തൽ ചടങ്ങിന്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് രാവിലെയോടുകൂടി തന്നെ പ്രധാനമന്ത്രി അയോധ്യയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. തുടർന്ന് അദ്ദേഹത്തിന്റെ റോഡ് ഷോ ഉണ്ടായിരുന്നു. റോഡിന്റെ ഇരുവശത്തുമായി ആളുകൾ നിരന്നു നിന്ന് അദ്ദേഹത്തിന് പുഷ്പവൃഷ്ടി നടത്തുകയും ഒപ്പം തന്നെ ഈ പതാകകൾ ഉയർത്തി പൂക്കൾ അർപ്പിച്ചൊക്കെ അയോധ്യയിലേക്ക് പ്രധാനമന്ത്രിയെ സ്വാഗതം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം സപ്തമന്ദിരമാണ് സന്ദർശിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് അറിയാവുന്നതുപോലെ രാമായണത്തിലെ 7 മാരുടെ ബിംബങ്ങളുള്ള പ്രതിഷ്ഠകളുള്ള സപ്തമന്ദിരം അദ്ദേഹം സന്ദർശിച്ചു. അതിനുശേഷം വിവിധ ക്ഷേത്രങ്ങൾ, മാതാ അന്നപൂർണാദേവി ക്ഷേത്രം സന്ദർശിച്ചു. അതിനുശേഷമാണ് ഇപ്പോൾ അദ്ദേഹം ഈ രാമക്ഷേത്രത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പ്രധാന ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കുന്ന ചടങ്ങിന്റെ ഭാഗമായാണ് ഈ പതാക ഉയർത്തൽ കർമ്മം നടക്കുന്നത്. 5 വർഷം മുൻപ്, 3 മാസവും മുമ്പ് അയോധ്യ ക്ഷേത്രത്തിന്റെ ഈ പ്രധാന മന്ദിരത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നത് 5 വർഷവും 3 മാസവും എടുത്താണ്. 2020 ഈ ക്ഷേത്രത്തിന്റെ തറക്കല്ലിട്ടതും ഒപ്പം തന്നെ കഴിഞ്ഞ വർഷം ജനുവരിയിൽ പ്രാണപ്രതിഷ്ഠ നടത്തിയതും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയായിരുന്നു. ഇന്ന് രാവിലെ പ്രധാനമന്ത്രി ഈ കോളേജിൽ നിന്നും അയോധ്യ ധാമിലേക്ക് അദ്ദേഹത്തിന്റെ റോഡ് ഷോ ഉണ്ടായിരുന്നു. റോഡിന് ഇരുവശത്തുമായി അദ്ദേഹത്തിന് വലിയ സ്വീകരണം നൽകി ജനങ്ങൾ മേഖലകളിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ അയോധ്യയിലും ക്ഷേത്ര പരിസരത്തും ഒക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. അതിനുശേഷം അയോധ്യയിൽ താമസിക്കുന്ന വിശ്വാസികൾ, ഒപ്പം തന്നെ പിന്നോക്ക സമുദായങ്ങളുടെ പ്രതിനിധികളൊക്കെ തന്നെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. ദിലീപ് കുമാർ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 7000 പേർ ഈ ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പ്രധാന ഗോപുരത്തിന് മുകളിൽ 30 അടി ഉയരമുള്ള കൊടിമരത്തിൽ സൂര്യൻ, ഒപ്പം തന്നെ ഓം, കോവിധാർ മരം എന്നിങ്ങനെയാണ് ആലേഖനം ചെയ്തിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണം, പ്രധാന ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ പതാക ഉയർത്തൽ ചടങ്ങ് നടത്തുക. പ്രധാനമന്ത്രി ആദ്യഘട്ടത്തിൽ ഈ റോഡ് ഷോ പൂർത്തിയാക്കി. പിന്നാലെ അവിടെയുള്ള മറ്റ് ക്ഷേത്രങ്ങളിൽ, സപ്ത മന്ദിരത്തിലും ഞാൻ സൂചിപ്പിച്ചതുപോലെ മാതാ അന്നപൂർണാദേവി ക്ഷേത്രത്തിലും ഒക്കെ തന്നെ അദ്ദേഹം സന്ദർശനം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ശേഷാവതാര ക്ഷേത്രത്തിലും പ്രധാനമന്ത്രി സന്ദർശനം നടത്തി. പിന്നീടാണ് ഇപ്പോൾ അദ്ദേഹം ഈ രാമക്ഷേത്രത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, RSS മേധാവി മോഹൻ ഭഗവത്, ഒപ്പം തന്നെ മറ്റ് ആചാര്യന്മാരൊക്കെ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അതിന്റെ നടപടിക്രമങ്ങൾ, ഈ പതാക ഉയർത്തൽ എന്ന പ്രധാന ചടങ്ങിന്റെ നടപടിക്രമങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. വിവരങ്ങൾ നൽകിയത് വിനീത VG. ഇപ്പോൾ അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണം അത് പൂർത്തിയായത് വിളംബരം ചെയ്തുകൊണ്ടുള്ള ധ്വജാരോഹണം
അല്പസമയത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കും. ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനു വേണ്ടി RSS മേധാവി മോഹൻ ഭഗവത്, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തുടങ്ങിയവരും അതോടൊപ്പം തന്നെ വിവിധ മഠങ്ങളിലെ സന്യാസി ശ്രേഷ്ഠന്മാരുമൊക്കെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. രാമക്ഷേത്രത്തിൻ്റെ 161 അടി ഉയരമുള്ള പ്രധാന ഗോപുരത്തിന് മുകളിലാണ് ഈ കൊടി ഉയർത്തുന്നത്. 11:58-നും 1 മണിക്കും ഇടയിലാണ് ഈ ചടങ്ങ്. 10 അടി ഉയരവും 20 അടി നീളവും ത്രികോണാകൃതിയിലുമുള്ളതാണ് ഈ പതാക. ഓം, ഉദയസൂര്യൻ, രക്തമന്ദാര വൃക്ഷം എന്നീ ചിഹ്നങ്ങളാണ് ഇതിലുള്ളത്. രാമരാജ്യത്തിൻ്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന അന്തസ്സ്, ഐക്യം, സാംസ്കാരിക തുടർച്ച എന്നിവയുടെ സന്ദേശമാണ് ഈ പതാക നൽകുന്നതെന്നാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിട്ടുള്ളത്. ഈ പതാക ഉയർത്തിയതിന് ശേഷം പ്രധാനമന്ത്രി അവിടെ പൊതുയോഗത്തിൽ സംസാരിക്കും. ക്ഷേത്രവും നഗരവുമെല്ലാം 100 ടൺ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. നേരത്തെ ഈ ചടങ്ങിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിൽ റോഡ് ഷോയും നടത്തിയിരുന്നു. അവിടെ നിന്നുള്ള തത്സമയ സംപ്രേഷണമാണ് പ്രേക്ഷകർ കാണുന്നത്. അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണം പൂർത്തിയായതിൻ്റെ വിളംബരം അത് അറിയിച്ചുകൊണ്ടുള്ള പതാക ഉയർത്തൽ കൂടിയാണ് അല്പസമയത്തിനകം നടക്കാൻ പോകുന്നത്. അയോധ്യയിൽ നിന്നുള്ള തത്സമയ സംപ്രേഷണം. ക്ഷണിക്കപ്പെട്ടവർ, അയോധ്യ നിവാസികൾ തുടങ്ങിയവരൊക്കെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. 7000-ഓളം പേരെയാണ് ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ ഇത് ചടങ്ങിന് മുന്നോടിയായി അവിടെ അയോധ്യയിൽ റോഡ് ഷോ നടത്തിയിരുന്നു. അത് സാക്കേതിൽ നിന്നാണ് ആരംഭിച്ചത് ഈ റോഡ് ഷോ. അയോധ്യ രാമക്ഷേത്രത്തിന് സമീപം വരെ ഈ ചടങ്ങ് നടന്നതാണ്. പതാക ഉയർത്തൽ ചടങ്ങ് അല്പസമയത്തിനകം നടക്കും. RSS മേധാവി മോഹൻ ഭഗവത്, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, വിവിധ മഠങ്ങളിലെ സന്യാസി ശ്രേഷ്ഠന്മാർ തുടങ്ങിയവരൊക്കെ ഈ ചടങ്ങിൽ പങ്കെടുക്കാനായി എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ പതാക ഉയർത്തിയതിനു ശേഷം പ്രധാനമന്ത്രി അവിടെ ജനങ്ങളോട് സംസാരിക്കുകയും ചെയ്യും. അതിനുള്ള ഒരുക്കങ്ങളുമെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. അല്പസമയത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓം എന്നാലേഖനം ചെയ്തിട്ടുള്ള കാവ്യ പതാക ഈ രാമക്ഷേത്രത്തിൽ ഉയർത്തും. सीधा प्रसारण श्री अयोध्याधाम से प्रधानमंत्री नरेंद्र मोदी അയോധ്യാധാമിൽ നിന്നുള്ള തത്സമയ സംപ്രേഷണമാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. രാവിലെ 10 മണിയോടെ സപ്തർഷികൾ വസിഷ്ഠൻ, വിശ്വാമിത്രൻ, അഗസ്ത്യൻ, വാത്മീകി, അഹില്യ ദേവി, നിഷാദ്രാജ് ഗുഹ, മാതാ ശബരി എന്നിവരുമായി ബന്ധപ്പെട്ട ക്ഷേത്രങ്ങളുള്ള സപ്തമന്ദിരം പ്രധാനമന്ത്രി സന്ദർശിച്ചിരുന്നു. പിന്നീട് ശേഷാവതാര ക്ഷേത്രത്തിലും മാതാ അന്നപൂർണ്ണ ക്ഷേത്രത്തിലും ദർശനം നടത്തി. ഇതിനുശേഷം റാം ദർബാർ ഗർഭഗൃഹത്തിൽ ദർശനവും പൂജയും നടത്തുന്നു. അതിനുശേഷമാണ് ആരതി ഒഴിഞ്ഞ് പ്രാർത്ഥിച്ച് ധ്വജാരോഹണം പ്രധാനമന്ത്രി നടത്തുന്നത്. जिसकी स्थापना 3 से 5 जून के बीच प्रथम तल पर की गई है. ഇന്നത്തെ ദിവസം തന്നെ ഈ പതാക ഉയർത്തലിനായി തെരഞ്ഞെടുത്തതിനും ഒരു സവിശേഷതയുണ്ട്. മാർഗശീർഷ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ ശുഭപഞ്ചമി ദിനമാണിന്ന്. അതുകൊണ്ടാണ് ഈ ദിവസം തന്നെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. ശ്രീരാമൻ്റെയും സീതയുടെയും വിവാഹ പഞ്ചമിയുമായി ഒത്തുചേരുന്ന അഭിജിത്ത് മുഹൂർത്തത്തിലാണ് ഈ ചടങ്ങെന്നാണ് അറിയിച്ചിട്ടുള്ളത്. प्रथम तल पर स्थापित किया गया है इस भव्य मंदिर में. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.